ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരൂ. നമസ്കാരം മാം, ഇയാളെ ഗോപാലൻ. ആ കുട്ടി ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇയാള് നമ്മുടെ വീട്ടില് ജോലിക്ക് നിൽക്കുന്ന സുനന്ദയുടെ ഭർത്താവാ. ഓ, ആ കുട്ടിയുടെ യഥാർത്ഥ പേരെന്താണ്? കൃഷ്ണ എന്ന് തന്നെയാണ് മാഡം. അവളും നിങ്ങളും തമ്മിലുള്ള ബന്ധം? എന്റെ നാട്ടിലുള്ള കുട്ടിയാണ് മാഡം, ആലപ്പുഴയില് കുട്ടനാട്. അവളുടെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ അടുത്ത് വന്നപ്പോ തങ്ങാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് എന്റെ കൂടെ നിന്നേ ഉള്ളൂ. കൃഷ്ണയുടെ അമ്മയുടെ പേരെന്താ? തങ്കം. തങ്കം ഒരു പാവമാണ് മാഡം, ഒട്ടും വയ്യ. അമ്മയുടെ ഓപ്പറേഷൻ വേണ്ടി കാശിന് ഓടി നടക്കുക ആ പാവം. അതിനിടയിൽ ഒരു ചിട്ടി ഉണ്ടായിരുന്നു. ചിട്ടി എടുത്ത കാശും കൊണ്ട് അവള് മുങ്ങി. ആ ചിട്ടിക്കാരി അന്വേഷിച്ചുള്ള ഓട്ടത്തിനിടയിലാ എന്റെ വീട്ടിൽ കുറച്ചു ദിവസം നിന്നത്. കഷ്ടപ്പാടാണ് മാഡം. സിനി, അഡ്രസ് വാങ്ങിച്ചോ? അഡ്രസ് പറ. BP പ്ലാക്കാട്ടുവിള, ആ, ചെമ്മാങ്കുടി, വട്ടക്കുഴി PO. എന്തിനാ മാഡം ആ കുട്ടിയെ അന്വേഷിക്കുന്നത്? കാര്യമുണ്ട്. സിനി, വരൂ, ഞാൻ തിരിച്ചു കൊണ്ടാക്കാം. അയ്യോ വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എങ്കിലും ഓക്കെ. ഓ, ഹലോ അളിയ. പ്രകാശ, സിത്താര മേഡം ഇപ്പൊ എന്നെ വിളിപ്പിച്ചിരുന്നു. കൃഷ്ണയുടെയും തങ്കത്തിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിരുന്നു. അഡ്രസ്സും വാങ്ങിയിട്ടുണ്ട്. അതെന്തിനായിരിക്കും? അങ്ങോട്ട് വരാൻ തന്നെയാ. ഏത് നിമിഷവും സിത്താര മേഡം തങ്കത്തിനെ അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട്. അളിയോ നോക്കിക്കൊള്ളണേ. ആ, നോക്കാളിയ. ചിലപ്പോ തങ്കയുടെ രക്ഷയ്ക്കായിരിക്കും അവര് വരുന്നത്. എങ്ങനെയെങ്കിലും തങ്കത്തിന്റെ ചികിത്സക്കായിട്ട് കുറച്ച് കാശ് സിത്താര മേഡത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം. കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ശരി അളിയാ. ഓ ശരി. നന്ദ, പുള്ളുവമ്പാട്ട് നീ ശ്രദ്ധിച്ചോ? എന്താ അമ്മ അങ്ങനെ ചോദിക്കാൻ? പണ്ട് കാലം മുതൽക്കേയുള്ള ശീലമാ. പുള്ളുവമ്പാട്ടിന് ഓരോ തറവാട്ടിലും എത്തുമ്പോ അതാത് സ്ഥലങ്ങളിലുള്ള ശാപങ്ങളും ദോഷങ്ങളും അതിനുള്ള പ്രതിവിധിയും ഒക്കെ അവര് പാട്ടിലൂടെ ചൂണ്ടിക്കാട്ടും. ഞാനും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാ ഇന്നത്തെ പുള്ളുവമ്പാട്ട് നമുക്കുള്ള സൂചനയായിരുന്നു. ഒരേ സമയത്ത് പിറന്ന 2 പെൺകുട്ടികളെ കുറിച്ച് അതിൽ പറഞ്ഞു.